ഹായ്, നമസ്കാരം. ഇന്ന് ഇന്ന് ഞങ്ങളൊരു ഒരു ലോങ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആണിത്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോകും. ഇപ്പം നിൽക്കുന്ന ആൾക്കാർ ഇതിൽ ശ്രീനു മാത്രമേ പുതിയതുള്ളൂ. പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ഇന്ന് എന്തിനെക്കുറിച്ചാണ് പറയാൻ പോണേന്ന് വെച്ചാൽ യെസ് എബ്രോഡ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും. ഫുൾ ടൈം ഇപ്പോൾ യെസ് എബ്രോഡ്, അവിടുത്തെ പണി നടക്കുന്നത്, അവിടുത്തെ പെയിൻ്റ് അടി നടക്കുന്നത്, ഇൻറ്റീരിയേഴ്സ് വർക്ക് നടക്കുന്നത്, ഓഫീസ് പൂജ ചെയ്തൊക്കെ റഫ്ലി അവിടെ ഇവിടെയൊക്കെ കണ്ടുപോയി കാണും. അതൊരു പുതിയ നമ്മുടെ ഒരു സ്ഥാപനമാണ്. അപ്പം അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ അത് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ആക്ച്വലി ഇതൊരു സ്റ്റുഡൻസ് എബ്രോഡ് കൺസൾട്ടൻസിയാണ്. പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, പുറത്ത് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാത്ത കുട്ടികൾ, ഇവരൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് മാസ്റ്റർ ബ്രെയിൻ. ഇവനാണ്, ഞാനേ അല്ല. ഞാൻ വെറുതെ ചിരിച്ചേക്കും, ഫോട്ടോ എടുക്കും, റീലെടുക്കും, അത് പറയും ഇത് പറയും, ഇത്രയും എനിക്കറിയുള്ളൂ. പുള്ളി കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, എങ്ങനെ നമ്മളിത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു റഫ് ഫിഗറാണ് ഇന്നത്തെ ഈ വീഡിയോ. അത് എന്നേക്കാൾ നന്നായി പറയാൻ പറ്റുക ശ്രീനുവിനാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ചുമ്മാ എറണാകുളത്ത്, ഞാൻ പനമ്പള്ളി നാറിൽ നിൽക്കുമ്പോൾ ഒരു ഷോപ്പിലല്ല, വിജുവിൻ്റെ ഷോപ്പിൽ മുടി വെട്ടാൻ വന്നേക്കിയ പുള്ളി. അപ്പം ഞാൻ അങ്ങനെ ബില്ലിൻ്റെ കൗണ്ടറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തട്ടിമുട്ടി നിൽക്കുമ്പോൾ പുള്ളി വന്നു. ഹായ് ചേർത്തേട്ടാ, നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ടും കൈ കൊടുത്തു, വർത്താനം പറഞ്ഞു. അപ്പോൾ പുള്ളി കൊച്ചിയിലെ കാര്യങ്ങൾ, പുള്ളി ബാംഗ്ലൂരാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതിൽ ഏറ്റവും ഫണ്ണിയസ്റ്റ് പാർട്ട് വാസ്, അവൻ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞത് വിജുവിൻ്റെ അടുത്താ. ലജ്ജയില്ലടാ നിനക്ക്. വിജയുടെ അടുത്താണ് അവൻ പറയണേ, ചേട്ടാ ഒന്ന് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്നുള്ളത്. പുള്ളി വിചാരിച്ച് പുള്ളിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന്, അന്ന് അങ്ങനെ കൊച്ചിയിൽ വെച്ചിട്ടുണ്ടായ ഒരു പരിചയമാണ്. അതിങ്ങനെ ഇന്നൊരു പ്രസ്ഥാനത്തിൽ വരെ എത്തിപ്പെട്ടു. എവിടെയോ വഴിയിൽ ഒരു പനമ്പള്ളി നാറിൽ വെച്ച കണ്ട ഒരു ബന്ധം, നമ്മൾ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഫേം തുടങ്ങി, അതിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി. അതിൻ്റെയൊക്കെ ഡീറ്റെയിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പം മോനെ, തൃശ്ശൂരിലേക്കുള്ള നിന്റെ എൻട്രി ഒന്ന് പറയാ. തൃശ്ശൂരിലേക്ക് ചേട്ടാ എൻട്രി കുറെ വർഷങ്ങൾക്ക് മുമ്പാ. ഞാൻ ബിസിനസ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. എല്ലാത്തിനും നല്ല തൃശ്ശൂരാണ്. എല്ലാ കാര്യങ്ങൾക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് പൂട്ടിയെങ്കിലും രണ്ടാമത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതും തൃശ്ശൂരിലാണ്. ഞാൻ അടച്ചത്ര ആരും ബിസിനസ് അടച്ചിട്ടുണ്ടാവില്ല. ഞാൻ അടച്ചത്ര കടകള്, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു എൻ്റെ സ്റ്റോറി തന്നെ ഞാൻ പറഞ്ഞുതരാട്ടാ. പലവർക്കും അത് അറിയുണ്ടാവില്ല, പലവർക്കും അറിയായിരിക്കും. ഞാൻ ഒരുപാട് കടകൾ, ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക്, റീറ്റെയില്, ക്ലോത്തിങ്ങിലൊക്കെ ആയിട്ട്. അത് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അതൊരു നല്ലൊരു ഫെയിലിയർ ലൈൻ സ്റ്റോറീസ്. അത് നമുക്ക് അത് എപ്പോഴും നല്ലതായിരിക്കും. കാര്യം ഫെയിലിയർ ലൈൻ സ്റ്റോറീസ് ആണ് ആൾക്കാർക്ക് എപ്പോഴും മോട്ടിവേഷൻ. സക്സസ് സ്റ്റോറീസ് അല്ല എല്ലാവരും പറയുള്ളൂ. സക്സസ് സ്റ്റോറീസ് കേൾക്കാൻ സുഖമാണ്, പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഫെയിലിയർ സ്റ്റോറീസ്. അതുപോലെ തന്നെ ഒത്തിരി ഫെയിലിയർ സ്റ്റോറീസ് തൃശ്ശൂരിൽ വന്നതിന് ശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ തൃശ്ശൂർ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്ഥലം ചൂസ് ചെയ്യാനുള്ള കാരണം. നമ്മുടെ ബാക്കിലുള്ള ഫ്രെയിം കണ്ടാൽ അറിയാം എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് നിന്നു എന്നുള്ളത്. കാരണം ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലിരുന്ന് സിമ്പിളായി എടുക്കാവുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ ഇവിടുന്ന് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോപ്പ് ഷോപ്പിൽ വെച്ച് കാണുന്നു. കണ്ടിട്ട് സ്വാഭാവികമായിട്ട് വിജയ് യേശുദാസ് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓടി ഒന്ന് ശരത്തേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അവൻ തന്നെ കിട്ടി. ശരത്തേട്ടനെ എടുത്ത് നോക്കി, എടാ വിജുവിന്റെ കൂടെ ഫോട്ടോ പിന്നെ എടുക്കാം, നമുക്കൊരു ഫോട്ടോ. അവൻ ഈ വീഡിയോ കാണല്ലേ. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ്, ഞാൻ ശരത്തേട്ടനെ കാണാൻ തുടങ്ങിയ സമയം പോലെ ഞാൻ അമ്മയുടെ കൂടെ ഉള്ള ഫ്രെയിമിലാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അറ്റാച്ച്മെന്റിന്റെ പേരിലായിരിക്കും എനിക്ക് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്നതും ക്ലോസ് ആവുന്നതും. വിജയ് ചേട്ടനും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അറിയോ? ശരത്തേട്ടൻ അമ്മയായിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിൽ വിജയ് ചേട്ടൻ എങ്ങനെയാ വന്നേ? അച്ഛനുമായിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. കോൺസെപ്റ്റ് ഏറെക്കുറെ കുറെ വ്യത്യാസമുണ്ട്. പ്ലസ് ചേട്ടന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂരിൽ പൊതുവെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാവർക്കും ഒരു ഫെമിലാരിറ്റി, ഇദ്ദേഹത്തിന് എനിക്ക് അറിയാം, ഒരു നെക്സ്റ്റ് പേഴ്സൺ. പിന്നെ പലപ്പോഴും ഞാൻ ചേട്ടൻ്റെ കൂടെ അതിനുശേഷം സംസാരിക്കുമ്പോഴും റാൻഡമായിട്ട് ആൾക്കാർ വിളിക്കുമ്പോൾ ആരാന്ന് പോലും നോക്കാതെയാ ഹെൽപ്പ് ചെയ്യുന്നത്. അവസാനം ചോദിക്കുന്നത് നീ ആരായിരുന്നു? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്പർ പോലും നോക്കാറില്ല, അത് പറയും. അപ്പോൾ അതിനുശേഷം നമ്മൾ പലതവണ കണ്ടു. ഈ കാണുന്നതൊക്കെ എൻ്റെ ഗുരുവായൂർ വിസിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിലാണ്. ഞാൻ തൃശ്ശൂർ ടച്ച് ചെയ്ത് വടക്കുന്നതിൽ ഇറങ്ങിയിട്ട് ചേട്ടാ ഉണ്ടെങ്കിൽ കണ്ടേച്ച് പോവാം.
ഈ ആറ്റിറ്റ്യൂഡിലാണ്. അങ്ങനെയാണ് നമ്മൾ ഗ്രാജുവലി ആദ്യമായിട്ട് സംസാരിക്കുന്നത്. കുറേ കോൾസ് വരുന്നുണ്ട്, ഞാൻ പല ആൾക്കാർക്ക് റെഫർ ചെയ്യുന്നുണ്ട്, ഇത് എങ്ങനെ പോകുന്നു, ഈ സ്റ്റുഡൻസ് അവിടെ എത്തുന്നുണ്ടോ, എനിക്ക് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതാ, എന്നാ പിന്നെ താങ്കൾക്ക് തന്നെ ഒരെണ്ണം തുടങ്ങിക്കൂടെ, ഈസി ആവില്ല. ഇതിന്റെ ഉത്ഭവം അങ്ങനെയാണ് ഫസ്റ്റ് ടോക്ക് നടക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ സ്റ്റോറിന്റെ തൃശ്ശൂർ നിങ്ങളുടെ മൈഡ്യൂക്കിന്റെ ഞാൻ തൃശ്ശൂർ മൈഡ്യൂക്ക് സ്റ്റാർട്ട് ചെയ്തു. ചേട്ടനെ അമ്മയും തന്നെ ഇനോഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്തു. അത് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നു. അമ്മയുടെ പിറന്നാളിന്റെ അയ്യോ അവിടെ വെച്ചൊരു കേക്ക് കട്ടിങ് അതൊരു ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയി മാറി. എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങളായിട്ട് ദൈവം സഹായിച്ച അവിടെ നിന്ന് തൃശ്ശൂരിലേക്കുള്ള എൻ്റെ ഒരു വളർച്ച ഭയങ്കര നല്ല രീതിയിലായിരുന്നു. ആ ഓഫീസിനെ റിലേറ്റ് ചെയ്തിട്ട് മാത്രമല്ല, ആസ് എ മാർക്കറ്റ് തൃശ്ശൂർ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഡൊമസ്റ്റിക് ചെയ്യുന്നത് പോലെ തന്നെ എബ്രോഡും ചെയ്യുന്നുണ്ട്. എബ്രോഡിൽ പല യൂണിവേഴ്സിറ്റീസ് ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനെ കൊളാബ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു കോൺവെർസേഷനിൽ നിന്നാണ്, കൊളാബ് അല്ല, നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഓഫീസായിട്ട് തന്നെ ചെയ്യാമോ എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. അങ്ങനെയാണ് യെസ് എബ്രോഡ് എന്നുള്ളൊരു ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഓഫീസ് സ്പേസ്, കുഞ്ഞിയ സ്പേസ് ആണെങ്കിലും വളരെ ക്യൂട്ടായിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു സ്പേസ് ആണ്. നമ്മളിപ്പോൾ നേരെ ഇവിടുന്ന് ഓഫീസിലേക്കാണ് പോണേ. ഇനി ബാക്കി കഥ നമുക്ക് ഓഫീസിലിരുന്ന് പറയാം. അപ്പം അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഓഫീസും കാണാം അല്ലേ? തീർച്ചയായും. അത് മുഴുവൻ ഇവിടെ ഇരുന്ന് തന്നെ പറയാം. നമുക്ക് ബാക്കി ഓഫീസിൽ നിന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ. ഞങ്ങൾ നേരത്തെ അവിടുന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇവിടെ വന്ന് കണ്ടിന്യൂ ചെയ്തു. ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. കാരണം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഡീറ്റെയിൽസ്, കൺട്രീസ്, അതൊക്കെ ചെയ്യാൻ വേണ്ടി പുള്ളി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ പെരുവനംകുട്ടന്മാരെ വിളിക്കും, അനിയേട്ടനെ വിളിക്കും, അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള ഞങ്ങളുടെ ടോണി ചേട്ടനെ വിളിക്കും, ചിലപ്പോൾ കല്യാൺ സ്വാമിയെ വിളിക്കും. അവരൊക്കെ ഇരുന്ന് അവരുടെ ഒരു ലൈഫ് ലൈൻ സ്റ്റോറീസൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞിറക്കുന്ന ഒരു ഏരിയയും കൂടെ ആക്കി ചിലപ്പോൾ കൂട്ടൂട്ടാ. നോട്ട് ദ പോയിന്റ്, ഐ മൈറ്റ്. അപ്പോൾ നമ്മളെങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും പറയുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. നന്ദു ഒരുപാട് കാലം സ്ട്രഗിൾ ചെയ്തു ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി. പല ഏജൻസീസ് ത്രൂ അവർ കുറേ പൈസ പോയി. ആ ചെക്കൻ്റെ കുറേ പൈസ അൺലിമിറ്റഡ് ഇട്ടാ. ആദ്യം ഒരു ഏജൻസി കൊണ്ടുകൊടുത്തു. അവർ കുറേ കാലം ഒരു 5-6 മാസം ഇട്ട് തിരിഞ്ഞു. അപ്പോൾ അവനും വേറെ ജോലിക്ക് പോവാതെ തട്ടിത്തടഞ്ഞ് നിന്ന് ഇതിപ്പോൾ ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞ് നിന്ന് പോവാതെ അങ്ങനെ നിന്ന് കളിച്ച് അത് ശരിയാവാതെ പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് 2 years കഴിഞ്ഞിട്ടല്ലേ 2-2.5 കൊല്ലത്തോളം എടുത്തു അവനത് പോകാൻ. അപ്പോൾ അവൻ്റെ 2-2.5 കൊല്ലം അവൻ ഇവിടെ തിണ്ടിക്കറങ്ങി നടന്ന് പൂരം കണ്ട് മേളം കണ്ട് ആന കണ്ട് നടന്നു അങ്ങനെ പോയി. ഇപ്പോൾ അവൻ നന്നായി UK സെറ്റിലായി പുള്ളി അവിടെ. അതേപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ കാണാൻ വരുന്നവർ എന്തെങ്കിലും ഒരു സം കൈൻഡ് ഓഫ് ചെറിയൊരു സാഡ്നെസ് ഉള്ളവരായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് എന്നെയല്ല അമ്മയെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എലമെൻറ്റ് കൈൻഡ് ഓഫ് കരിയർ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഫാമിലി ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രബിൾസ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യമൊക്കെ ആയിരിക്കുക ചോദിച്ച് പിടിച്ച് വരുമ്പോൾ ലാസ്റ്റ് പുറത്തേക്ക് ട്രൈ ചെയ്യാണ്, പോകാൻ പറ്റിയിട്ടില്ല, UK ട്രൈ ചെയ്യാണ്, ജർമ്മനി ട്രൈ ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങൾ ട്രൈ ചെയ്യാണെന്ന് പറയുമ്പോൾ അത് അവരെ പിന്നെ നമ്മൾ എവിടെയെങ്കിലും അവിചാരിതമായി കാണുമ്പോഴും അവർ പോയിണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പോകാൻ പറ്റാതെ നിൽക്കുന്നത് എനിക്കറിയാവുന്ന എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഞാൻ ഡയറക്റ്റ് വിട്ട കുട്ടികൾ കേട്ടോ. അത് ശ്രീനു ത്രൂ ആണ് വിട്ടിട്ടുള്ളത്. അവർക്ക് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഫസ്റ്റ് വണ്ണിൽ തന്നെ റിജക്ഷൻ ഇല്ലാതെ. അത് ചിലപ്പോൾ എൻ്റെ കഴിവായിരിക്കണമെന്നില്ല, ആ കുട്ടികളുടെ ദൈവാനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ സാറിൻ്റെ കഴിവായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു N നമ്പർ ഓഫ് കുട്ടികളെ ഇങ്ങനെ വിട്ടു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറയുമ്പോൾ പറഞ്ഞു, ചേട്ടാ എന്തുകൊണ്ട് നമുക്കിതിങ്ങനെ ഒരു കമ്പനി ആക്കിക്കൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എഗെയിൻ ടു ബി ഫ്രാങ്ക് ആൻഡ് ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം, ഞാനിതിങ്ങനെ കുറേ കാലമായിട്ടൊരു 2.5 years 2022 ആനയൂട്ടിന് തുടങ്ങിയ എൻ്റെ ഒരു പ്ലാനാണ്. ഇങ്ങനൊരു എബ്രോഡ് സ്റ്റഡീസിൻ്റെ ഒരു ഓഫീസ് എനിക്ക് തുടങ്ങണം. അതിൽ ഇങ്ങനെ കുറേ കുട്ടികളെ കയറ്റി വരും. കാരണം എനിക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം മാഡം ക്യൂറി എന്ന് പറഞ്ഞിട്ട് +1 +2 ഒരു അക്കാഡമി നമുക്കുണ്ട്. അതിൽ
അതിൽ ആക്ച്വലി നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആ പീരീഡിലെ ടൈമിൽ ഓൾമോസ്റ്റ് 320 കുട്ടികളിൽ ക്ലോസ് ടു 60-70 കുട്ടികൾ പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവരെന്തിനാ വേറെ വല്ലൊരു ത്രൂ പോണേ, നമ്മൾ ത്രൂ തന്നെ പൊക്കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ചേട്ടപടി ഉണ്ടല്ലോ അത് റെഡിയാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു 2022-3-4 ജൂണായി ഇപ്പോഴാണ് നമ്മൾ എത്തിപ്പെട്ട് ഇങ്ങനെ ഒരു ഓഫീസും ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്കൊക്കെ ആയി വന്നത്. അത് എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഞാനിങ്ങനെ പുള്ളിക്കാരനെ ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ, പുള്ളിയുടെ അടുത്ത് ഞാൻ ഇന്നേ വരെ കൊടുത്തിട്ടുള്ളൊരു ഫയല് നോ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇന്നേ വരെ കൊടുത്തൊരു ഫയല് റിജക്റ്റ് ചെയ്തിട്ടില്ല. അത് മേ ബി പുള്ളിക്ക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഹീസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 13-14 ഇയേഴ്സായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അത്രയും ഇത് യെസ് അബ്രോഡ് എന്ന് പറയുന്നത് ഒരു പുതിയ ഐഡൻറ്റിറ്റി അല്ല, ഇതൊരു 14 ഇയേഴ്സ് അല്ലേ? 14 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അല്ലാണ്ട് പുതിയൊരു കമ്പനി വന്ന് ഇപ്പോൾ പൊട്ടിമുളിച്ചുണ്ടായ ഒരു സാധനമല്ല. ഇത് ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച് വിട്ടിട്ടുള്ളതും ഇത്രയും കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്കാരന്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ടൈപ്പ് ആവാനും അങ്ങനെ ഇത് തുടങ്ങാൻ വേണ്ടി. ഞാൻ ഇതിനു മുമ്പ് വേറെ പല ആൾക്കാരെയും ചൂസ് ചെയ്തിരുന്നു, അതിങ്ങനെ പല കാരണത്താൽ വഴുതിപ്പോയി. അപ്പോൾ സംതിങ് ഹാപ്പൻസ് ഓൺ ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇത് ഞാനും ശ്രീനും കൂടി ചെയ്യാനുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പല ഡിസ്കഷൻസ്, പല ആൾക്കാരെ ഞാൻ കണ്ടു, എത്രയോ പേരെ ഞാൻ കണ്ടു ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് അറ്റ് ലാസ്റ്റ് ഇത് ഇന്ന് ഇങ്ങനെ ഒരു ബ്രാൻഡായി വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജസ് നിന്ന് ഉള്ള കാര്യങ്ങൾ ഞാൻ ശ്രീനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. മോനെ പറ, അപ്പൊ എങ്ങനെയാണ്? അതെ, ഗെറ്റ് റെഡി. അപ്പൊ എങ്ങനെ? അതിലൊരു പോയിന്റ് എന്ന് പറയാനേ, നമ്മൾ ഇന്നുവരെ ബിസിനസ് സംസാരിച്ചിട്ടില്ല. എക്സാക്ട്ലി, ഞങ്ങൾ ഇന്ന് വരെ കച്ചവടം സംസാരിച്ച നമ്മളെ ഒരുമിപ്പിച്ച കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് വടക്കുന്നത് ഗുരുവായൂരപ്പൻ, അമ്മ ശരിക്കും അതാണ് കാര്യം. ഇതുവരെ ചോദിച്ചിട്ടില്ല അമ്മ. അത് ആദ്യം ഞാൻ ശരത്തേട്ടനെ കാണുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അമ്മ എന്തേ? അമ്മ ഞാൻ കണ്ടിട്ടില്ലെന്ന്, ഫോട്ടോ കണ്ട അല്ലെങ്കിൽ വീഡിയോ കണ്ട. അപ്പൊ ഞാൻ അമ്മ എന്തേ? അത് കഴിഞ്ഞ് ഞങ്ങളുടെ രീതികൾ കുറെയൊക്കെ സിമിലാരിറ്റി ഉണ്ട്. എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഉടുത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാംഗ്ലൂരിൽ അങ്ങനെ നടക്കാൻ ചെയ്യാറില്ല. അവിടുത്തെ ഒരു ഇതെങ്ങനെയല്ലല്ലോ. ഗുരുവായൂരപ്പൻ നാട്ടിൽ വരുമ്പോൾ ആദ്യം അദ്ദേഹത്തിനെ കണ്ടിട്ടേ എനിക്ക് ട്രിവാൻഡ്രം പോകാൻ എളുപ്പം നാർഗോൽ വഴിയാണ്. ചെയ്യൂല, ഞാൻ അവിടെ പോയി തല കാണിച്ച് ഞാൻ വരുവാണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗുരുവായൂരൊന്ന് വടക്കുന്നാഥനിൽ ചുറ്റി പാറമേക്കാവിൽ കയറിയിട്ട് നെക്സ്റ്റ് ഇങ്ങനെ എവിടെയാ, ഞാനിവിടെ ഇല്ലടാ, ശരി എന്നാ അടുത്ത പ്രാവശ്യം കാണാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കോൺവെർസേഷൻ കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴും ചെറുതേട്ടന് എന്തോ ഒരു കാര്യത്തിൽ അമ്മയുടെ ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഡിസൈൻസ് അയച്ചു തരാം, ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ്, എന്നാൽ നീ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് നമ്പർ എടുത്ത് തന്നു. ഇങ്ങനൊരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നിട്ട് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടില്ല, നീ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യണ്ടാ, വാട്സപ്പ് ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് നമ്പർ തന്നു. ഞാൻ നമ്പർ മേടിച്ചു, പിന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ആകെ വിളിച്ചിരിക്കുന്നത് ഗുരുവായൂരിന്ന് വരുമ്പോൾ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് വരെ കച്ചവടം സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വന്നിട്ടില്ല. എപ്പോഴും ഒരിക്കൽ കാഷ്വലായിട്ട് ചേർത്തേട്ട വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും അതൊരു ഓൺലൈനിലങ്ങ് പോയി. നമ്മൾ ഇന്നും ഈ സ്റ്റേജിലും നമ്മൾ ഇൻഡെപ്തായിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. കാര്യം ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ ഒരേപോലെ വരുന്നത് കൊണ്ടാവാം ഞങ്ങൾ അതിലേക്ക് ബോധേഡല്ലായിരുന്നു. ഞാൻ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ശരത്തേട്ടൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ അധികം പോകേണ്ട ആവശ്യം വന്നിട്ടുമില്ല. ആകെ സംസാരിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് നീ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനപ്പോൾ അന്ന് മറുപടി പറഞ്ഞത്, ഞാൻ അതിനെക്കുറിച്ച് തള്ളി മറിക്കുന്നതിലും നല്ലത് എൻ്റെ കുട്ടികളോട് സംസാരിക്കുക, പുറത്തു പോയ ആൾക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വായോ, എൻ്റെ അവിടുത്തെ കുറേ കുട്ടികളോട് സംസാരിക്കുക, അവരുടെ റിലേറ്റീവ്സ് പുറത്തുള്ളവരുടെ വീഡിയോ കോൾ ചെയ്യാം. ശരത്തേട്ടനും റിലേറ്റീവ്സും ആൾക്കാരും പുറത്തുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞ ആൾക്കാരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പറയുന്ന ഫീഡ്ബാക്കിനനുസരിച്ച്, കാര്യം ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇവിടെ നിൽക്കുക. ഞാൻ ഇടയ്ക്ക് അവരെ പോയി കണ്ടുവരുന്നത് കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നേരെയാവണമെന്നില്ല. പക്ഷേ ഞങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ചെയ്താലും ഞങ്ങളിൽ പെട്ട ഒരാൾ അതിനകത്ത് ഉണ്ടാവും. സ്റ്റാഫായിട്ടോ അഡ്മിനിസ്ട്രേഷനിലോ അക്കൗണ്ട്സിലോ എവിടെയെങ്കിലും ഞങ്ങളിൽ പെട്ട ഒരാൾ, അതായത് നാട്ടിൽ ഞങ്ങളുടെ ഓഫീസിലെയോ അല്ലെങ്കിൽ ഇന്ത്യൻസ് ആയിട്ടോ ഒരാളുമായിട്ട് അവിടെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഏത് പാതിരാത്രിയും ഒരു ഫോൺ കോളിൽ അവരുടെ കാര്യം ശരിയാവും എന്നുറപ്പുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ.
ഇന്ന് ഏതൊരു സ്റ്റഡി അബ്രോഡ് നോക്കിയാലും ഒന്നിലധികം ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. UK പോകണോ, ജോർജിയ പോകണോ, നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്ക് പോകണം, ഏത് കോഴ്സ് പഠിക്കണം എന്ന് കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഭയങ്കര അഴകുഴയാക്കി അവിയിൽ പരിവാക്കിണ്ടത്. നമ്മളെ ഒരു USP എന്താ, വാട്ട് ആർ വി പ്ലാനിങ്, അല്ലെങ്കിൽ ഈ അബ്രോഡിന് നമ്മളുടെ നെക്സ്റ്റ് കമ്മിങ് ജനറേഷൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു ഓൺലൈനിൽ പറയുവാണെങ്കിൽ ചേട്ടാ വി ഫോക്കസ് ഓൺ സർവീസ്. എനിക്ക് അതിനപ്പുറം വേറെ എന്ത് ചെയ്യണമെന്ന് ആക്ച്വലി ഒരു ക്ലാരിറ്റി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സർവീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് കച്ചവടം തന്നെയാണ്, ക്യാഷിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും സംശയിക്കുന്നത്, ഒരു സംശയമില്ല. പക്ഷേ വണ്ടിയൊക്കെ മാറ്റിയിട്ട് 10-11 കൊല്ലമായിട്ടാണ് എനിക്ക് പുതിയ വണ്ടി പറഞ്ഞില്ലാണ്. ഡിഫൻഡർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെറിയ വണ്ടി അമ്മ അതാ പറഞ്ഞു വരുന്നത്. കാര്യം ഈ പറയുന്ന പോലെ ഞാൻ അമ്മയുടെ അടുത്തും ശരത്തേൻ്റെ അടുത്തും കാണിക്കുന്ന ക്ലോസ്നെസ്സും എനിക്കത് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഞാൻ എത്രയോ പേർക്ക് ശരത്തേൻ്റെ അടുത്ത് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വരുന്ന മെസ്സേജിന് കൈ കണക്ക് ഉണ്ടാവില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ഇന്ന് വരെ ഞാൻ ശരത്തേൻ്റെ അടുത്ത് ബിസിനസ് റിലേറ്റഡ് നമ്മൾ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എനിക്ക് വരുമ്പോൾ നീ വീട്ടിലേക്ക് വാടാ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, വരുമ്പോൾ അമ്മയെ കാണും, ഞാൻ തിരിച്ചവിടെ നിൽക്കും, കുറച്ചേരം സംസാരിക്കും, ഞങ്ങൾ പോവും. ഇന്ന് വരെ ഒരു പ്രൊമോഷനെ കുറിച്ച് പോലും ഞാൻ ശരത്തേട്ടനെ കൊണ്ട് എൻ്റെ ഒരു ഓഫീസ് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ല ഇനോഗ്രേറ്റ് ചെയ്യിച്ചത്. എനിക്കന്ന് അമ്മയും ശരത്തേട്ടനും ആദ്യമായിട്ട് അതിലേക്ക് എൻ്റെ കൂടെ വരണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വിളിച്ചു. ശരത്തേട്ടൻ എന്നോട് ചോദിച്ചു, ചേട്ടാ ഫോട്ടോ ഇടുന്നു. ഞാൻ ചോദിച്ചു വന്നു ഫോട്ടോ ഇടണോ, ഞാൻ തന്നിട്ടില്ലല്ലോ. ടാഗ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു വേണ്ട. എനിക്കതൊരു പ്രൊമോഷൻ അല്ലായിരുന്നു. എനിക്ക് ശരത്തേട്ടൻ്റെ ഫോളോവേഴ്സ് കയറി അതിൽ കമന്റ് ചെയ്ത് എനിക്ക് ബിസിനസ് കിട്ടണം എന്നല്ല ഞാൻ ചെയ്തത്. എനിക്ക് അന്നത് എൻ്റെ കൂടെ ശ്രീജിത്ത് എന്ന് പറയുന്ന എൻ്റെ പാർട്ട്ണറിൻ്റെ ഓഫീസായിരുന്നു, എൻ്റെ ബ്രാൻഡായിരുന്നു. എനിക്കന്ന് അവിടെ വേണ്ടത് കുറച്ച് നല്ല നല്ല മനസ്സോടു കൂടി കുറച്ച് പേര് ആ പരിസരത്തുള്ള ആൾക്കാരുടെ ഒരു അനുഗ്രഹത്തോടു കൂടി കയറണം. അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തന്നെ അത് ഞാൻ പ്രൊമോഷനായിട്ട് കൂട്ടിയിട്ടുമില്ല. ഇന്നും അത് നമ്മൾ ചെയ്തിട്ടില്ല. അതിനുശേഷം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അറിഞ്ഞു, മനസ്സിലായി. കൊല്ലം കഴിഞ്ഞു, 1.5 കൊല്ലം കഴിഞ്ഞു അല്ലേ? 2 കൊല്ലം. 2 കൊല്ലായി. അതിന്റെ ഇടയിൽ നമ്മൾ എപ്പോഴും ഇടയിലൊന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു. പക്ഷെ നമ്മൾ നമ്മുടേതായ തിരക്കിലേക്ക് മാറി. ഇപ്പോ കോയിൻസിഡന്റ്ലി നമ്മൾ കണ്ട് സംസാരിച്ചപ്പോ ഞാൻ പുറത്തേക്ക് വിടുന്ന കുട്ടികളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്തേട്ടൻ ചോദിക്കണ്ടായി, എന്നാൽ പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് എനിക്ക് ഒരെണ്ണം കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ ഓൾറെഡി 2-3 ഓഫീസായി. അങ്ങനെ ശരി, നമുക്കൊരു പുതിയ രൂപത്തിൽ ഇത് കൊണ്ടുവരാം. 10-14 വർഷമായിട്ട് നമ്മൾ ഫീൽഡിലുണ്ട്. പല രീതിയിൽ പല ആൾക്കാർക്ക് നമ്മളെ അറിയാം. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രസൻസ് ഉണ്ട്. ബാംഗ്ലൂരിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. അത് വേണ്ട, നമുക്ക് പുതിയൊരു രൂപത്തിൽ അതിനെ മാറ്റി നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അതിൽ നിന്നാണ് അബ്രോഡ് ഉണ്ടായത്. അബ്രോഡ് എന്ന കോൺസെപ്റ്റും അതിൻ്റെ ബ്രാൻഡും ഉണ്ടായത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ പറയുന്ന പോലെ കൺഫ്യൂഷൻ അടുപ്പിച്ച് അതിനും നല്ലത് നമുക്ക് ഏറ്റവും നന്നായി കുട്ടികൾക്ക് പഠിച്ച് ജോലി ചെയ്ത് നിൽക്കാൻ പറ്റുന്ന, ഇവിടെ നിന്ന് ആരും പുറത്തു പോകുന്നത് വെറുതെ പഠിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ കണ്ടെത്താനും കൂടി വേണ്ടിയല്ലേ. അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങള്, ജോലി, റൈറ്റ്, സാലറി, അക്കോമഡേഷൻ, ലിവിങ് എക്സ്പെൻസ്, ട്യൂഷൻ ഫീസ്, ഇങ്ങനെ സെറ്റിൽ ആവും. അതെ, എങ്ങനെ സെറ്റിൽ ആവും? നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് ഇതിനും ഉപരി ഡ്രീം അച്ചീവ്മെന്റ് ആണ്. നമ്മൾക്കിവിടെ നിൽക്കുമ്പോൾ ട്രിവാൻഡ്രംകാരനായ ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് തൃശ്ശൂരായിരിക്കും. എനിക്ക് തൃശ്ശൂരിനോട് ഇഷ്ടമാണ്. ട്രിവാൻഡ്രം ഇഷ്ടമല്ല, ട്രിവാൻഡ്രം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പത്മനാഭൻ എൻ്റെ നാടും. അപ്പൊ തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ശരത്തേട്ടൻ പോകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല ശരിക്കും. ഇവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകേണ്ടതാണ്, പക്ഷേ ചിലപ്പോ നമ്മൾ പോകുന്നുണ്ട്. ഈ ബാംഗ്ലൂർ പോക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. ഇന്ന് ഈ ഓഫീസിന് 2 വർഷം പഴക്കമുണ്ടായി. അന്ന് 2 വർഷം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടാ ഒന്ന് ബാംഗ്ലൂർ പോയോ, നമ്മുടെ ഓഫീസൊക്കെ ഒന്ന് കാണ്, ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫിങ് 10-40 സ്റ്റാഫ് ഉണ്ട്, കോറമംഗലയില് മെയിൻ സെന്ററിൽ അല്ല സിൽപോഡ്, അവിടെയാണ് ഓഫീസ്, ചേട്ടാ അതൊക്കെ ഒന്ന് വന്ന് കാണുന്ന അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ബാംഗ്ലൂർ പോകുന്ന മടി കാരണം ചേട്ടാ വായോ നമുക്കൊന്ന് ഓഫീസൊക്കെ ചുമ്മാ. അന്നും എല്ലാത്തിനും അതിൻ്റെതായ അല്ല. ഇന്നിപ്പോ നമ്മളിത് തുടങ്ങുമ്പോഴും ചേട്ടാ എന്നോട് ചേട്ടൻ ആദ്യം ചോദിച്ചാൽ അപ്പൊ നീ ഏതൊക്കെ കൺട്രീസിലാണ് ചെയ്യുന്നത്? വാരി പിടിച്ച എല്ലാ രാജ്യത്തിലേക്കും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളൊരു രൂപത്തിലല്ല ഞങ്ങളിത് കൊണ്ടുവരുന്നത്.
ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് നന്നാകാൻ പറ്റും എന്നുള്ള രാജ്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കണ്ടീഷൻസ് ഉണ്ട്. ചിലപ്പോ 12ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ പോയിട്ട് അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാര്യം അവിടുത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് 12th മാത്രം പോരാതെ വരും. അതിന് നിങ്ങൾ തയ്യാറാവണം. ഇതൊരു ഡ്രീം അച്ചീവ്മെന്റ് അല്ലേ? നിങ്ങളൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി മാറ്റണമെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഹാർഡ് വർക്കിന്റെ കൂടി നമ്മളുടെ മോട്ടിവേഷനും കാര്യങ്ങളും എല്ലാം കൂടെ കയറി വരുമ്പോഴാണ് ഒരു ഡ്രീം അച്ചീവ് ആവുന്നത്. ആ ഡ്രീം അച്ചീവ് ആവുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്കും കൂടി ഉള്ളത്. ഒരാള് പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ചേട്ടാ, ഇനി ഇത് വേറൊരു സെൻസിൽ ചിന്തിച്ചു. പലരും ഇതേപോലെ നീ പറഞ്ഞു വിട്ടിട്ടുള്ള അല്ലെങ്കിൽ കയറി പോയിട്ടുള്ള കുട്ടികള് എന്നെ വിളിച്ച് പറയുമ്പോ ശരത്തേട്ടാ സെറ്റായിട്ടാ വിസ വന്നു, ശരത്തേട്ടാ കാസ അങ്ങനെ എന്തൊരു സാധനല്ലേ ചേട്ടാ ഒക്കെ സെറ്റായി താങ്ക് യു ട്ടാന്ന് പറയും. നമുക്ക് ആ താങ്ക്സ് മാത്രമല്ലോ, അതില് ഞാൻ കാശ് നോക്കിയിട്ടില്ല, ആ താങ്ക്സ് മാത്രം. ചേട്ടാ, ആ താങ്ക്സിൽ നമുക്ക് കാശ് കിട്ടും. ആ കാശിനോടൊപ്പം ആരുടെയോ ഒരാളുടെ പ്രാർത്ഥനയും സ്നേഹവും സന്തോഷവും കിട്ടും. ചേട്ടാ, ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ ഉണ്ടായ കുറെ ബുദ്ധിമുട്ടുകൾ, ഞാൻ പല കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ കൂടി എല്ലാവരും ചെയ്ത പോലെ അഡ്മിഷൻ ചെയ്തുണ്ടാക്കിയ പോക്കറ്റ് മണി അതെല്ലാം കളഞ്ഞിട്ട് എന്തിന് ഈ ഫീൽഡിലേക്ക് മൊത്തത്തിൽ വന്നു എന്നുള്ളത്, ഈ കിട്ടുന്ന ഹരം ഭയങ്കര രസം. അതായത് ഒരു അമ്മ വിളിച്ചിട്ട് മോളവിടെ എത്തി, സേഫാ, അവിടെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം ചെയ്തു തന്നില്ലേ. ചിലപ്പോൾ കിട്ടുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒന്നും അതിന് ഈക്വൽ ആവില്ല. പഠിച്ചിറങ്ങുമ്പോൾ ഇന്നും എൻ്റെ അഹങ്കാരം പഠിച്ചിറങ്ങി സക്സസ് ആയിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഡോക്ടേഴ്സിനെയും ഡെന്റിസ്റ്റിനെയും എൻജിനീയേഴ്സിനെയും ഡിഗ്രി ഹോൾഡേഴ്സിനെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ ഒരു രീതിയിലും അതിന് മുകളിലേക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നീ മാത്രം അഹങ്കരിച്ച പോലെ ഞാനും. അതായത് ഒരു കുട്ടി അവൻ്റെ അമ്മയും കൊണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൻ്റെ അമ്മയും കൊണ്ട് യാത്ര ചെയ്തിട്ട് ഇൻസ്പയർഡ് ബൈ ശരത് കൃഷ്ണൻ എം.ആർ. എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യും. അപ്പൊ ഞാനും ഒന്ന് ഇരിക്കും നീ അങ്ങനെ ഉണ്ടാക്കണ്ട. ഓക്കെ, എന്നിട്ട് പറഞ്ഞോളൂ. ഇനി ചേട്ടാ, ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ കൊണ്ടുപോയി, അപ്പോ ഇപ്പൊ പല ആൾക്കാരും പോകുമ്പോ പല രാജ്യത്തേക്കും ചിലപ്പോ വൈഫിനെയോ ഹസ്ബൻഡിനെയോ കൊണ്ടുപോകാൻ പറ്റില്ലാതെ വരും. അപ്പൊ ഇതൊരു സെപ്പറേഷനും കൂടിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മാത്രമല്ലല്ലോ പുറത്തേക്ക് പോകുന്നത്, ജോലി ചെയ്യുന്ന ആൾക്കാരും പുറത്തേക്ക് പഠിക്കാൻ പോകുന്നില്ലേ. അപ്പൊ നമ്മൾ അതിനേക്ക് വേണ്ടിയും കൂടെ നമ്മൾ ശ്രമിച്ചു. അതായത് ഒത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടില്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ പിക്കപ്പ് ചെയ്യാം എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു PR സെറ്റിൽ ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡി നടത്തി അങ്ങനത്തെ പ്രൊജക്ട്സുമായിട്ടാണ് നമ്മൾ എസ് അബ്രോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സാധാരണ നിലയിൽ പുറത്തേക്ക് പോയി അവിടെ നിന്ന് ശ്രമിച്ച് പാർട്ട് ടൈം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവരുടെ പഠന വിസ കഴിഞ്ഞ് PR കിട്ടിയില്ലെങ്കിൽ അടുത്ത ട്രയൽ അടിച്ച് നാട്ടിലേക്ക് വന്ന് വീണ്ടും പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോജക്റ്റിൽ ഒട്ടുമിക്കതിലും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ വിസ ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ടു PR ആവും. ഫോർ എക്സാമ്പിൾ ജപ്പാൻ അല്ല, ഈസി അല്ല പോകാനായിട്ട്. ജസ്റ്റ് 12th സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചാടിക്കറി പോകാൻ പറ്റത്തില്ല. ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിൽ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംതിങ് അല്ലേ, പഠിക്കുന്നല്ലേ. പക്ഷെ ഒരു തവണ കട്ട് പറയും ഞാൻ. N5, N4, N3, N2, N1 എന്ന് പറയുന്ന ലെവൽസിലേക്ക് വരണം. ഇതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ എത്തിപ്പെടാൻ N5 മതി, ജോലി ചെയ്യാൻ N4 മതി. ഇനി മെഡിക്കൽ ഫീൽഡിലേക്കാണെങ്കിൽ N2, N1 നിർബന്ധതയുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. ഇനി ഈ ലാംഗ്വേജ് ഇവിടെ നിന്ന് പഠിച്ച് ചാടിക്കയറി അവിടെ പോകാൻ പറ്റുമോ? യെസ്, പറ്റും. നിങ്ങൾക്ക് ഇവിടെ N5 മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ആവുമെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയി കോഴ്സിനോടൊപ്പം N4 പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറാം. ഒരു 6 മാസം. ഇനി അതും പറ്റില്ല, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി വേണം. ശരി, നിങ്ങളിവിടെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് N5 കൂടെ N4 കൂടെ ക്വാളിഫൈ ആയിക്കോ, നേരിട്ട് അവിടെ പോയി നിങ്ങൾക്ക് ജോലി എടുക്കാം. അതായത് ഒരു 1 മന്തിൽ. ഇനിയും അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റ് കൺട്രീസിനെ പോലെ പാർട്ട് ടൈം നിങ്ങൾ കണ്ടെത്തണ്ട. യൂണിവേഴ്സിറ്റി നിർബന്ധമായി നിങ്ങൾക്ക് ജോലി തന്നിരിക്കും. അതായത് നമ്മൾ ആക്ച്വലി പുറത്തു പോവാ എന്തിനാ,
പഠിക്കാൻ വേണ്ടി പോയി. അവിടെ എത്തിയിട്ട് പാത്രം കഴുകി പാർട്ട് ടൈം ചെയ്ത് ബാറിൽ വർക്ക് ചെയ്ത്. എൻ്റെ കിടിയൊക്കെ ബാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പാത്രം കഴുകാൻ. അവൻ വീഡിയോ കോൾ വയ്ക്കും, മുമ്പിൽ ഫോൺ വെച്ചിട്ട് പാത്രം കഴുകിയിട്ട് ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി എന്ന് വെച്ചിട്ട് വിളിക്കുക. അപ്പോൾ ഈ ജപ്പാനിൽ ഈ പറയുന്ന ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ജോലിയോട് കൂടി യൂണിവേഴ്സിറ്റി തന്നെ പ്ലേസ്മെന്റ് ആക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത് അല്ലേ? സി നമ്മൾ റഫ്ലി ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റീസും പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തില് ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് പിന്നെ വരാൻ പോകുന്നത് എല്ലാവർക്കും ജപ്പാനിൽ പോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടോ? ഇവിടെ പല ആൾക്കാരുടെയും ഡ്രീം ക്ലിയർ അല്ല, വിഷണറി അല്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയും 10 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഡ്രീം എവിടെ എത്തണമായിരുന്നു എന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. മേ ബി അതിലൊരു സ്റ്റെപ്പ് മുകളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. എന്നോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എല്ലാ കൊല്ലവും തൃശ്ശൂർ പൂരം കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അത് ഇന്ന് വരെ ജീവിച്ചത് വേസ്റ്റാണ്. അടുത്ത കൊല്ലം ഞാൻ തൃശ്ശൂരിലാണ്. നീ ആദ്യമായിട്ട് പൂരം കാണുന്നത് ഏതാ? ഞാൻ ആദ്യമായിട്ട് പൂരം കാണുന്നത് ശരത്തേട്ടന്റെ കൂടെയാണ്. ആറാട്ടുപുഴ പൂരം, പെരുവനം കുട്ടന്മാരുടെ മേളം, തറക്കൽ പൂരം. അവസാന പൂരമാവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. ഞാൻ അവിടുന്ന് മാറി ആനയടഞ്ഞു. അപ്പൊ ഞാൻ മാറിയതുകൊണ്ടാവാം. ചേട്ടാ വൈദ്യുതി നമ്മൾ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയട്ടെ. ഡ്രീം അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, എന്തൊരു കാര്യത്തിനും നിങ്ങൾ ഈ 12th പഠിക്കുന്നതോ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ല, ഈ ഫ്രസ്ട്രേഷൻ കാരണം നിങ്ങൾ പുറത്ത് പോകാൻ ട്രൈ ചെയ്യരുത്. അതല്ല ഡ്രീം. നാട് വിട്ടു പോകണം അതല്ല. അത് നമ്മുടെ നാട്ടിൽ എന്താ കുറവ്? അതല്ല ഡ്രീം. ഡ്രീം എപ്പോഴും നമ്മൾക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ, ഇതിലും ബെറ്റർ ആയിട്ട് ഒരു അച്ചീവ്മെന്റ്, ഇതിലും ബെറ്റർ ആയിട്ട് ഒരു ഡ്രീം അത് എടുക്കാൻ പറ്റുമോ, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കണം ഡ്രീം. ഡ്രീം കലാം സാർ പറയുന്ന പോലെ ഉറക്കത്തിലല്ല, ഉറക്കം വരാതിരിക്കാനുള്ള സാധനമായി മാറും. ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. എക്സാക്ട്ലി. ചേട്ടാ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ പലവട്ടം ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്ന് പറയുന്നതാണോ, അതോ ഞാൻ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നതാണോ ബെറ്റർ? ശരിയാ. സോ യുവർ ഡ്രീം അത് അച്ചീവ് ചെയ്യണ്ടേ? നമ്മളൊരു ഡ്രീം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാതെ ഉറങ്ങിക്കിടന്ന എസ് എബ്രോഡ് ഉണ്ടാവില്ല, മൈ എഡ്യൂക്ക് ഉണ്ടാവില്ല, ഒരു കമ്പനി ഉണ്ടാവില്ല. ഈ മൈ എഡ്യൂക്ക് എന്താണെന്ന് പറഞ്ഞുതരും. മൈ എഡ്യൂക്ക് എന്ന് പറയുന്നത് 2010 ഞാൻ ഫോം ചെയ്ത എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ്. മൈ എഡ്യൂക്ക് ഫസ്റ്റ് ആദ്യ ഘട്ടങ്ങളിൽ യൂറോപ്പ് സൈഡിലേക്കുള്ള അഡ്മിഷൻസ് ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് മെല്ലെ മെല്ലെ ഡൊമസ്റ്റിക്, അതായത് കർണാടക ബേസ്ഡ് കോളേജസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് മൈ എഡ്യൂക്കിന്റെ അണ്ടറിൽ 40-ലധികം കർണാടക ബേസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പലതിലും ഞങ്ങൾ പല രീതിയിലുള്ള സ്കോളർഷിപ്സ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ബെറ്റർ പ്ലേസ്മെന്റ്സ് കൊടുത്തിട്ടാണ് കുട്ടികളെ അവിടെ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നത് പോലും. ഇതിന്റെ കൂടെയാണ് നമ്മൾ എപ്പോഴും എബ്രോഡ് അഡ്മിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വഴിത്തിരിവ് മാത്രമല്ല, അത് ചേട്ടന്റെ കൂടെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോ നീ ആരാ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോ ചേട്ടാ അവിടെ ഓഫീസ്, ഇവിടെ ഓഫീസ്, ഇത് പേര്, ആ പേര്, എനിക്കൊരു 10 പേരുണ്ടാവും പറഞ്ഞുതരാനായിട്ട്. ഞാൻ ഇന്നും പേരിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. എന്റെ പേരിൽ ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോ ചെയ്യുകയോ പുറത്ത് വരികയോ, മേ ബി ഇതാളുടെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും, ആദ്യമായിട്ടായിരിക്കും പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ. ഞാൻ ഒത്തിരി കോളേജ് ചെറിയ ക്യാമറ ഫിയർ ഉണ്ട്. പിന്നെ പുള്ളി ക്യാമറയുടെ മുമ്പിൽ എന്നോട് ഒരുപാട് ചോദിച്ചു പറയണോ വേണോ, നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ അല്ല, ഇവനാണ് അത് പറയേണ്ടത്. കാരണം നീ അതങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഒതന്റിസിറ്റി, അതിൻ്റെ ഒരു അതുകൂടെ പറയേണ്ട കാര്യം. നീ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് ചോദിക്കും. 5:30 കൊടി കയറി തൊട്ട് കൊടി ഇറക്കം വരെയുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എബ്രോഡിൽ പോകണ്ടേ? ഓക്കെ. അപ്പൊ എൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പല ഡിസ്കഷനിലും നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ബ്രാൻഡാക്കി ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു ബ്രാൻഡ് ഒരു ഫോർമാറ്റിലേക്ക് ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി അങ്ങനെ ചിന്തിക്കണം. ഇതൊരു ബ്രാൻഡാണ്. യെസ് എബ്രോഡ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. നാളെ നമ്മൾ എന്തൊക്കെ ഇതിൻ്റെ അണ്ടറിൽ ചെയ്യും, എന്തൊക്കെയായിരിക്കും ഇതിൽ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ഡെഫിനറ്റ് ഒരു ടൈറ്റിൽ വേണം. അങ്ങനെ ഉള്ളൊരു ടൈറ്റിൽ പുള്ളിക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ പറയുന്ന മൈ എഡ്യൂക്ക് എന്ന് പറയുന്നത് സ്കാറ്റേഡ് ആയി കിടക്കുക. ബാംഗ്ലൂർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 40 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അല്ല കോളേജസ് ഉണ്ട്, കുറെ യൂണിവേഴ്സിറ്റീസ്. പലതിൻ്റെയും ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ്, അവരുടെ എൻറ്റയർ പ്രോസസ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
പല ഫോർ എക്സാമ്പിൾ 100-300 സീറ്റ് എൻറ്റയർലി മേടിച്ചു വെച്ചേക്കിയ പുള്ളി കളിക്കല്ലേ. മിനിമം അത് പോരാ. കാര്യം എന്റെ ചില കോളേജസിൽ 1000+ സീറ്റ്സ് ഞങ്ങളുടെ മാർക്കറ്റിംഗിൽ മാത്രം ഫിൽ ആവുന്നതുണ്ട്. തള്ളല്ലാട്ടാ, എനിക്കതൊന്നും പറയാനും താല്പര്യമില്ല. കാര്യം അത് പറഞ്ഞു കഴിയുമ്പോൾ അത് വേറെ രീതി. അങ്ങനല്ല, ആൾക്കാരെ അറിയണം. എന്നാലല്ലേ നമ്മളുടെ ഇപ്പൊ ഇതൊരു യെസ് അബ്രോഡ് ഒരു പുതിയ ബ്രാൻഡാണോ ഒരു പുതിയതാണോ എന്ന് ചോദിക്കുമ്പോ അല്ല, വി ഹാവ് ദിസ് മച്ച് ഓഫ്. ചേട്ടാ നേരത്തെ എൻ്റെ അടുത്ത് ബ്രാൻഡിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ ബ്രാൻഡിങ് എന്റെ കോളേജിൽ പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസ് ആണ്. ഇന്ന് വരെ എനിക്ക് പുറത്തിറങ്ങി അഡ്വർടൈസ്മെന്റ് ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പഠിപ്പിച്ചിറക്കിയ ആൾക്കാരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. വേർഡ് ഓഫ് മൗത്ത് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കും അങ്ങനെ തന്നെയാണ് ആൾക്കാർ പറയുന്നത്. ഇന്നത്തെ ഒരു ട്രെൻഡ് കിടക്കുന്നത് സോഷ്യൽ മീഡിയ, ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ആക്ച്വലി ശരിയാണ്, കുട്ടികളുണ്ടാവും. ഇപ്പം നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ എടാ നീ അവിടെ ചേർന്നാൽ മതി എന്ന് പറഞ്ഞാൽ പറഞ്ഞതാ. അതെ. നേരെ മറിച്ച് ഇന്ന് ഒരു സെലിബ്രിറ്റിയോ ഒരു കൈൻഡ് ഓഫ് സോ കോൾഡ് ഇൻഫ്ലുവൻസറോ പറയാണ് ഈ കോളേജ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേരാൻ ആൾക്കാരുണ്ട്. ആ വേർഡ് ഓഫ് മൗത്തിനേക്കാൾ ഉപരി ടൊവിനോ പറഞ്ഞു, മറ്റാള് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ശരത് കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് കാര്യണ്ടാവാൻ വഴിയില്ല. എന്നാലും നിങ്ങൾ പക്ഷേ പറയുമ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞൂടെ? ഞാൻ ചേട്ടനോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, ചേട്ടാ നമുക്ക് ഒരു കോളേജ് ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് രണ്ട് സൈഡ് നമുക്ക് പറഞ്ഞു കൊടുക്കണം. എവിടെ പോയാലും നെഗറ്റീവ്സ് ഉണ്ടാവും, എവിടെ പോയാലും പോസിറ്റീവ്സ് ഉണ്ടാവും. നിങ്ങൾ എവിടെ പോയാൽ ഞങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ കിട്ടുമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. ഒബ്വിയസ്ലി അതൊരു ബിസിനസ് സൈഡ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാം. പക്ഷേ ഞങ്ങളത് പറയുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ബെറ്റർ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, ഒരു 4 വർഷം 6 വർഷത്തെ ഒരു എഡ്യൂക്കേഷൻ ടൈം പീരീഡിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം എവിടെയാണെങ്കിലും. അത് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. ഞാൻ ചോദിക്കണേ ഒരു വെരി സിമ്പിൾ ചോദ്യം, നമുക്കിനി ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കിടക്കാം. അതായത് ഒരു +2 കഴിഞ്ഞ കുട്ടി MBBS പോവുകയാണെങ്കിൽ എന്താണ് ആ കുട്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് ആ കുട്ടി പോകേണ്ടത് പറയും? ശരിക്കും ഇപ്പോഴത്തെ ഒരു നിലവില് നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം മാൻഡേറ്ററി ആയിട്ട് ക്വാളിഫൈ ആയിരിക്കണം. അത് ഇന്ത്യക്ക് അകത്താണെങ്കിലും 720 സ്കോറിൽ നോർമലി 136 131 ആ റേഞ്ചിൽ എലിജിബിലിറ്റി വരും. ഇറ്റ് ചേഞ്ചസ്, പക്ഷെ ആവറേജ് 136 എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി വരും. അപ്പോൾ നീറ്റ് എലിജിബിൾ ആവാത്ത ആൾക്കാർ പുറത്തു പോകുന്നുണ്ട്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നീറ്റ് എലിജിബിൾ ആവാതെ നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിന് നമ്മൾ നോ പറഞ്ഞ് പുറത്തേക്ക് പോയാൽ തിരിച്ച് നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല. ഓ അങ്ങനെയുണ്ട്. തിരിച്ചു വരുമ്പോൾ അതില്ലെങ്കിൽ പറ്റില്ല. നമ്മളിവിടെ ക്വാളിഫിക്കേഷൻ വെച്ചേക്കുമല്ലേ, ഇത് പറ്റത്തില്ല. അപ്പൊ ഇവിടെ കിട്ടിയില്ല, ഇത് ക്വാളിഫൈഡ് അല്ല. ആ കുട്ടി പുറത്തേക്ക് അങ്ങ് അഡ്മിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പം പിന്നെ നമ്മൾ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേസ്റ്റ് ആയില്ലേ? അപ്പൊ എല്ലാവർക്കും പുറത്തു പോയാൽ പോരെ. ഞാൻ പറഞ്ഞു വന്നതേ നീറ്റിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട്. അപ്പൊ നീറ്റ് ക്വാളിഫൈ ആവാതെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, അവർ നീറ്റ് ക്വാളിഫൈ അല്ലെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു ടേംസ് വെച്ചിട്ട് വിത്തിൻ 2 years നീറ്റ് ക്വാളിഫൈ ആവണമെന്ന് മറ്റോ ആണ്. ഞാൻ നീറ്റ് ക്വാളിഫൈ ആവാത്ത ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാറില്ല, പോവാൻ സമ്മതിക്കാറില്ല. ഞാൻ മാക്സിമം അവരോട് റിപ്പീറ്റ് ചെയ്യാനാണ് പറയാറ്. ബിക്കോസ് അങ്ങനത്തെ സിറ്റുവേഷനിൽ നീറ്റ് ക്വാളിഫൈ ആവാതെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ചിവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരും. നിങ്ങൾ ഇവിടെ നിന്ന് നീറ്റൊന്നും എഴുതാതെ അവിടെ പോയി പഠിച്ചിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്ത് അവിടെ ഒരു ഡോക്ടർ ആവാൻ മതിയെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അവിടെ കണ്ടിന്യൂ ചെയ്യാം. വരാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് നീറ്റിന്റെ ആവശ്യമില്ലല്ലോ ചേട്ടാ. അവിടെ നീറ്റ് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലാണ് ഭരണഘടന അനുസരിച്ചിട്ട് നീറ്റ് ക്വാളിഫൈ ആവണം. അപ്പോൾ ആ എലിജിബിലിറ്റി ടെസ്റ്റ് ഇവിടെ ക്വാളിഫൈ ആവണമെന്നാണ് പറയുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇനി നീറ്റൊക്കെ എലിജിബിൾ ആയി, നിങ്ങൾക്ക് നീറ്റ് സ്കോർ 200-നകത്തേ ഉള്ളൂ, അതായത് ജസ്റ്റ് എലിജിബിൾ ഒരു 136 സംതിങ് അതിന് മുകളിലേ ഉള്ളൂ. നമുക്ക് 2 രീതിയിൽ ഇതെടുക്കാം. ഒന്ന്, OBC എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള നീറ്റ് സ്കോർ കുറഞ്ഞു മതി, 109 108. പുറത്തേക്കാണോ ഇവിടെയാണോ? ഇവിടെ. ഇനി ഈ നീറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പറ്റുമോ? കേരളത്തിലെ കുട്ടികൾക്ക് ഇല്ല. OBC ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി ഇൻ കേരള സ്റ്റുഡൻസിന്, കർണാടകയിൽ കർണാടക സ്റ്റുഡൻസിന്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഡീംഡ് കോളേജിൽ പഠിക്കാൻ പറ്റുമോ? യെസ് പറ്റും. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എലിജിബിൾ ആണെങ്കിൽ ഡീംഡ് എടുക്കാം. അല്ലാതെ കാറ്റഗറി എല്ലാ കോളേജും അംഗീകരിക്കില്ല. OBC കാറ്റഗറിയിലെ എലിജിബിലിറ്റി വെച്ചിട്ട് ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ പറ്റുമോ? പറ്റും. ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് ഉസ്ബെക്കിസ്ഥാനിന്ന് മെയിലൊക്കെ വന്നു. മെയിൽ വന്നായിരുന്നു അല്ലേ? എനിക്ക് തോന്നി അത് വന്നിട്ടുണ്ടാവുന്നത്. ഞങ്ങള് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്.
പെട്ടി മേടിച്ച് മെയിൽ വരുന്നതിന് ഇപ്പൊ പെട്ടിക്ക് മേടിച്ചു. അങ്ങോട്ടാ ദാസ നീ പോണേ? ചുമ്മാ ഒന്ന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അവിടുത്തെ അമ്പലത്തിൽ പോയാലോ? അതിന് നമുക്കൊരു നെയ്യൊക്കെ വലിച്ച് അതിന്റെ ചുറ്റും നടന്ന് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെ എയർ കണ്ടീഷൻ ആയിട്ടുള്ള അമ്പലത്തിൽ ഞാൻ നെയ്വിളക്ക് കത്തിക്കാൻ പോകുന്നത്. ഞങ്ങള് പോകുമ്പോ ഗുരുവായൂരപ്പനെ കൊണ്ടാൻ പോവാറ്. ഫോറിൻ ശരത് കൃഷ്ണ. ഞാൻ പൊളിക്കുന്നത് പേരെ വിൽക്കുന്നേ. ഓക്കെ, അപ്പൊ ഇനി നീറ്റ് സ്കോർ എലിജിബിൾ ആയി നിങ്ങൾ പുറത്തൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇനി രണ്ട് രീതിയിലും, അതായത് OBC കാറ്റഗറിയിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും നോർമൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ പഠിക്കാൻ സാമ്പത്തിക ശേഷി കുറച്ചിട്ടുള്ള ആൾക്കാർക്കും ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ളത് പാഷൻ ആണോ, നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പുറത്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും നീറ്റ് എഴുതി ഇവിടത്തെ കാറ്റഗറിയിൽ എത്താൻ കഷ്ടപ്പെടുന്നത്? അതായത് പുറത്ത് തീരുമാനിച്ച പിന്നെ നീറ്റ് എഴുതണ്ട. ഇവിടെ നീറ്റ് എഴുതി നിങ്ങൾ കിട്ടിയില്ല, നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ആരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്? അടുത്ത വർഷം 12ാം ക്ലാസ് പാസ്സായ കുട്ടികൾ, അതിന്റെ പ്രീവിയസ് ഇയർ, അതിന് മുമ്പത്തെ ഇയർ, ഇത്രയും പേരുടെ കൂടെ നിങ്ങൾ നീറ്റ് എഴുതുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സ്കോറും അടുത്ത വർഷം കിട്ടുന്ന സ്കോറും തമ്മിൽ വലിയ വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലല്ലോ. കാര്യം ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഇതിലും കൂടുതൽ ആൾക്കാർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. ഇപ്പൊ സപ്പോസ് നിങ്ങൾ റാങ്ക് ഹോൾഡർ ആവാനുള്ള ഒരാളാന്ന് തന്നെ ഇരിക്കട്ടെ, അതിന്റെ ഇടയിൽ വേറെ കുറച്ച് എലിജിബിലിറ്റി ആൾക്കാർ വരില്ല എന്നുണ്ടോ? പറയാൻ പറ്റില്ല. കറണ്ട് ഇയർ പിള്ളേരില്ലേ, ആ കൊല്ലത്തെ പഠിച്ച കുട്ടികള് ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ MBBS പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഇതിന്റെ ട്രെയിനിങ് തുടങ്ങേണ്ടത്? എല്ലാവരും 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടോ അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതിന് മുമ്പോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് കോച്ചിങ്ങിലേക്ക് പോകുന്നത്. ശരിക്കും 10th കഴിഞ്ഞത് മുതൽ നിങ്ങൾ നീറ്റ് കോച്ചിങ്ങിലേക്ക് പോകണ്ടേ? 10th കഴിയുമ്പോട്ട് പോണം ചേട്ടാ. നിങ്ങൾ മെഡക്യൂറി അക്കാഡമി ബ്രാൻഡിങ്ങിന്റെ ഇടയിൽ വേറൊരു ബ്രാൻഡ് ഞാൻ കേട്ടാൻ സമ്മതിക്കുന്നതല്ല. റൗണ്ടിൽ സ്വരാജ് നോർത്തിൽ പാർക്ക് ഹൗസ് ബിൽഡിംഗിൽ ഹലോ ഹലോ ടോണി സാർ, എനിക്ക് നീറ്റ് GT മാട്രിക് കിട്ടി. ആക്ച്വലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ 1st സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ടീച്ചർമാരുടെയും സാറുമാരുടെയും വീട്ടുകാരുടെയും കമ്പാരിസൺസും അവരുടെ പ്രഷറും സ്ട്രെസ്സും ആ കുട്ടിയെ കണ്ട് പഠിക്കുക, അയലോക്കത്തെ കുട്ടിക്ക് 100 കിട്ടി, നിനക്കെന്താ 99 ശാരി എന്നും അമ്മയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഈ കോൺസെപ്റ്റ് എല്ലാം കേട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് 90% മാർക്ക് മേടിച്ച് വരുന്ന കുട്ടിയോട് നമ്മൾ പറയുവാണ്, ഇത് പോരാ, പോയി എൻട്രൻസ് എഴുതി വായോ, അടുത്ത എലിജിബിലിറ്റി കൊണ്ടുപോയോ, എന്നാ നിങ്ങൾക്ക് MBBS തരാം. ഈ കൊച്ചിന് ചിലപ്പോൾ 5ാം ക്ലാസ് മുതൽ തലയിൽ കയറിയതായിരിക്കും എനിക്കൊരു ഡോക്ടർ ആവണം എന്നുള്ളത്. അങ്ങനെ ഒരു കുട്ടി ശരിക്കും പറഞ്ഞാൽ 10th കഴിയുന്നത് മുതൽ കോച്ചിങ്ങിന് പോകണ്ടേ? കാര്യം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂടെ നമ്മളൊരു എൻട്രൻസിലേക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അടിപൊളിയാവാം, ടോപ്പ് റാങ്കർ ആവാം നിങ്ങളുടെ സ്കൂളിൽ. പക്ഷെ ഒരു സ്കൂളിലെ കുട്ടികളോ ഒരു ജില്ലയിലെ കുട്ടികളോ മാത്രമല്ല ഈ നീറ്റ് എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യുന്നത്. ഇത്രയും കുട്ടികളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണ്ടേ? ശരിക്കും 12th കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയാൽ മതിയോ? പോരാ, 2 വർഷം മുന്നെയെങ്കിലും നമ്മൾ തുടങ്ങണ്ടേ? ഈ ഒരു പ്രാക്ടീസ് തുടങ്ങണ്ടേ? മാഡം ക്യൂരിയിൽ പോലത്തെ നല്ല നല്ല ട്രെയിനിങ് സെന്റേഴ്സിന് നിങ്ങൾ പോയി സമീപിക്കണ്ടേ? നിങ്ങൾ ട്രെയിനിങ് എടുക്കണ്ടേ? അപ്പോൾ 12th ആവുമ്പോൾ നിങ്ങൾക്കിത് വലിയ എഫേർട്ട് ഇല്ലാതെ, ഒത്തിരി ഹാർഡ് വർക്ക് ഇല്ലാതെ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൽ എലിജിബിളായി. അവിടുത്തെ മോക്ക് ടെസ്റ്റും അവിടുത്തെ ട്രെയിനിങ്ങും പ്രാക്ടീസും എല്ലാം നിങ്ങൾക്ക് കിട്ടുവാണ്. നിങ്ങൾ ഒബ്വിയസ്ലി ഇപ്പോൾ പല സ്കൂളുകാരും 10th കഴിയുമ്പോൾ തന്നെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻട്രൻസ് എക്സാംസ്. എന്തുകൊണ്ട്? കുട്ടികളെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ ഒരു എക്സാമിന് മുമ്പ് മിനിമം കുറച്ച് സെക്ഷണൽസും ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളും വെക്കുന്ന എന്തിനാണ്? കുട്ടികൾക്ക് ആ ട്രെയിനിങ് കിട്ടാൻ. എത്ര നല്ല പഠിക്കുന്ന കുട്ടിക്കും ഒരു പ്രാക്ടീസും ഇല്ലാതെ പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ടൈം മാനേജ്മെന്റ്, 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ എക്സാം, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എത്ര പേപ്പറിൽ എത്ര പാരഗ്രാഫിൽ എഴുതണം എന്നുള്ള ട്രെയിനിങ് നേരത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ ഒരാൾ പെർഫോം ചെയ്യാൻ? മോഡൽ വോയിസിൽ ഇതൊക്കെ വ്യക്തമായി പഠിപ്പിച്ചു. ഞങ്ങളൊരു 1/2 മണിക്കൂറിൽ പരിപാടി തീർക്കുന്നു. ഈ റീൽ ഞങ്ങൾ വീഡിയോ ഷൂട്ട് സമയം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 3 മണിക്കൂറൊന്നും ഞാനിരുന്നില്ല.
സോറി. നമുക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായി ഒന്ന് സംസാരിക്കാം. വലിയ ചർച്ചയാണ്. മോഡൽ ബോയ്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ് ആക്ച്വലി. ഞാൻ പഠിച്ചത് തൃശ്ശൂർ ജീവിതം പഠിക്കാൻ സ്കൂൾ ഒമാനിലാണ് ഞാൻ പഠിച്ചത്. അതായത് ഒമാനില്ല, അതിന്റെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. സ്കൂൾ മൊല്ലദ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. അതായത് ഇന്റർനാഷണൽ സിലബസ് ഒന്നും അല്ല, CBSE ഞാൻ പഠിച്ചത്. പക്ഷെ ഒരു എക്സ്പോഷർ എന്ന് പറയാനായിട്ട് എന്റെ കൂടെ പല രാജ്യത്തെ കുട്ടികളുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞിരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ ഒരു വീഡിയോ ആയിട്ട് ഇറക്കാം. പറഞ്ഞു വരുന്നത് ഇപ്പൊ നിങ്ങൾ നീറ്റ് കോച്ചിങ്ങിലേക്ക് പോയി. അപ്പോൾ പല ആൾക്കാരും ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങളിപ്പോ ഇവിടെ ഈ ഒരു ഓഫീസിൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 days ആവുന്നതേ ഉള്ളൂ. ഈ 20 daysന് ഇടയിൽ ഞാനൊരു ഒത്തിരി ഒന്നുമില്ല, ഒരു 10-12 കുട്ടികളോട് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. അത്രയും പേരെ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളൂ. മേ ബി ഞങ്ങളുടെ പരസ്യം കണ്ടിട്ടോ, ഞങ്ങളുടെ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ അങ്ങനെ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചതിൽ കുറച്ച് പേര് വേറെ കാര്യങ്ങളിലോട്ട് അഡ്മിഷൻ എടുക്കാൻ റെഡി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സംസാരിച്ച കുട്ടികളോട് ഞാൻ ചോദിക്കുമ്പോൾ ഇതിൽ ഒരാൾ പോലും കോച്ചിങ്ങിന് പോയിട്ടില്ല. 12th കഴിഞ്ഞിട്ട് 2 മാസം ജസ്റ്റ് ഒരു കോച്ചിങ് എടുത്തിട്ട് എക്സാം, അല്ലെങ്കിൽ 1 മാസം ഒരു കോച്ചിങ് എടുത്തിട്ട് എക്സാം എഴുതിക്കുക. ഓക്കെ, 11th-ന്റെയും 12th-ന്റെയും സിലബസ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് എടുക്കാൻ പറ്റുമായിരിക്കും. ഇത്രയും ലക്ഷം പേരുടെ കൂടെ എങ്ങനെ മുട്ടി നിൽക്കാൻ പറ്റുമോ മോഡൽ ബോയ്സിന്? പറ്റില്ല. മോഡൽ ബോയ്സിന് മുട്ടിയേക്കാം, ബാക്കിയുള്ളവർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോ ഭവൻസും നിർമ്മലമാതിയൊക്കെ പെടുമായിരിക്കും. മോഡൽ ബോയ്സ് ഇന്റർനാഷണൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ കൊച്ചാക്കല്ലേ? അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാ. തൃശ്ശൂർ പൂരത്തിന് മുമ്പിൽ ചെന്നേക്കണേ മോഡൽ ബോയ്സ് ആണ്. അമ്മയോട് മാത്രം തിരിച്ച് കൗണ്ടർ പറയാൻ വരുന്നില്ല. ഓക്കെ അമ്മ, അതിന്റെ സ്റ്റോറി അതൊരു വലിയ സ്റ്റോറി ലൈൻ തന്നെ വരുന്നുണ്ട്. എങ്ങനെ തോറ്റ് നമ്മൾ നല്ല നിലയ്ക്ക് എത്തും. ഞങ്ങൾ അതിനൊരു അടുത്ത എപ്പിസോഡ്, അതായത് തോറ്റ കുട്ടികൾ ഒന്നും വിഷമിക്കണ്ട, നിങ്ങൾക്ക് നല്ല നിലയിൽ എത്താം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉദാഹരണം ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു രീതിയിലും 10th കരകയറൂല എന്ന് പറഞ്ഞ ഞാൻ എഡ്യൂക്കേഷണലിസ്റ്റാ എന്ന്, ഒരു രീതിയിലും 12ാം ക്ലാസ് പാസ്സാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ ഞാൻ 3 MB എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരാളിനെ ഇത് ബോധിപ്പിക്കാൻ വേണ്ടി അല്ല ചെയ്തത്, എനിക്ക് എന്നെ സമാധാനിപ്പിക്കാൻ. ഞാനൊരു ലൂസർ അല്ല, എനിക്ക് മുന്നിലേക്ക് പറ്റും. അവരോട് ഇന്നരാ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാനിന്ന് മാഡം ക്യൂറിയുടെ ഡയറക്ടറാണ്. എത്രയോ കുട്ടികൾ ഞങ്ങളുടെ അവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് പോകണു, എത്രയോ കുട്ടികൾ. അതൊരു ഹാപ്പിനെസ് അല്ലേ? നമ്മളെ ഒരു രീതിയിലും ബാക്ക് ബെഞ്ചേഴ്സ് കയറി വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് എഡ്യൂക്കേഷണൽ ടോപ്പായിട്ട് നിൽക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞേ നമ്മൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ടെന്ന്. ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പേ മാഡം ക്യൂരി ഉണ്ട്. ഞാൻ എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. ഫ്രം ബാക്ക് ഇൻ 2010 മുതൽ ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. ഞാൻ വേറെ പല ജോലികൾക്ക് പോയിട്ടുണ്ടെങ്കിലും ഒബ്വിയസ്ലി മെയിൻ സ്ട്രീമായിട്ട് ഞാൻ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം, അവയർനെസ് എങ്ങനെ കൊടുക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ എത്ര ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കാം. ഞാൻ പല കോളേജിലും പഠിപ്പിക്കുമ്പോൾ, ഗസ്റ്റ് ലെക്ചറായിട്ട് പോകുമ്പോൾ, അവയർനെസ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ അവിടെ ഒന്നും ഞാൻ ബിസിനസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ അഡ്മിഷൻ തരാം, ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഏത് ക്ലാസ് എടുത്ത സെക്ഷനിലും ഏത് ടീച്ചേഴ്സിനെയും പാരൻസിനും അലോഡാണ്. എനിക്ക് ഇഷ്ടം അവരുടെ കൂടെ നിന്ന് സംസാരിക്കാനാണ്. കാര്യം എവര് ശ്രദ്ധിക്കാതെ പോയ കുറേ പോയിന്റ്സ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അനുഭവസ്ഥനാണ് ഞാൻ. മനസ്സിലായി, ശരി. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ക്ലബ് ചെയ്തിട്ട് ഞാൻ പിള്ളേരോട് പറയാം, ഒരു രീതിയിലും നിങ്ങൾ സബ്ജക്ട്സിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആവേണ്ട ആവശ്യമില്ല. കയറി വരാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളൊരു സബ്ജക്റ്റിന് തോറ്റുപോയി എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് അവിടെ അവസാനിക്കുന്നില്ല. ഡെഫിനറ്റ് ആയിട്ടും ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് എബ്രോഡിൽ പോയി പഠിച്ചോ, ഇന്ത്യയിൽ പഠിച്ചോ, ആ കോൺസെപ്റ്റ് അല്ല. വിഷൻ, ഡ്രീം, അത് ഉണ്ടാവാം. നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് പോകണം എന്നൊരു താല്പര്യം ഉണ്ടാവണം. ഈ താല്പര്യം ഉണ്ടാക്കേണ്ടത് പാരൻസും ടീച്ചേഴ്സുമാണ്. എന്നാൽ പല സിറ്റുവേഷൻസിലും എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അടുത്ത മെയ് 6-ാം തീയതി, അതാണ് എൻ്റെ ഒരു താല്പര്യം. തൃശ്ശൂർ ചില ആൾക്കാരെ നമ്മൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല. ഇപ്പോ കണ്ടിന്യൂ. അപ്പൊ നമ്മൾ ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ചേട്ടന്റെ ഹരം അത്രയും ലക്ഷം ആൾക്കാരെ സ്വന്തം നാട്ടിൽ സ്വന്തമെന്ന് കരുതുന്ന റൗണ്ടിനകത്ത് കിട്ടുമ്പോ കിട്ടുന്ന ഒരു ഹരം, സന്തോഷം, അതെനിക്കും കിട്ടണേ. ആൾക്കാരെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല.
ചേട്ടന് മെയ് 6, എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിന്റെ സമയത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോ ഞാൻ ഇങ്ങനെ ആയിരിക്കും, ദൈവമേ ഇവരെല്ലാം പഠിച്ച് നന്നായി വരണേ, എനിക്ക് അടുത്തൊരു വലിയ